തിരക്കാണോ? പറഞ്ഞോളൂ. അല്ല അല്ല പറഞ്ഞോളൂ. ഹലോ, മനസ്സിലായല്ലോ ആരാന്ന്? പിന്നെ നമ്മുടെ സംഗി, അർത്ഥസംഗി. റെക്കോർഡിംഗ് ഒക്കെ ഓണാക്കി വെച്ചാൽ അത് ഓട്ടോമാറ്റിക്കലി റെക്കോർഡിംഗ് ആണല്ലോ. എന്തായാലും നിങ്ങൾ വരുമെന്ന് എനിക്കറിയാം. പിന്നെ ഇപ്പൊ എവിടെയാണ്? ബുദ്ധിമുട്ടിലെ പറയണ്ട, വേണോ എന്നറിയാൻ വേണ്ടി ചോദിച്ചാ. ശരി, ഓക്കെ. പിന്നെ ഈ ഹിന്ദുക്കള് ഒന്നിക്കുന്നതിൽ വിരോധം വല്ലതും ഉണ്ടോ ഷഫീനയ്ക്ക്? നിക്ക് ഞാൻ പറയട്ടെ, 100 വർഷം മുമ്പ് ഈ കീഴ്ജാതി മേൽജാതി ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് മാറ്റി അതുകൊണ്ട് തീർച്ചയായിട്ടും ഉണ്ടില്ലെന്നല്ല. അതപ്പം അത് പെറുക്കെ മാറി വരികയാണ്. അതിനകത്തോട്ട് തീ ഇങ്ങനെ കോരി ഇടണോ? അവരങ്ങ് ഒന്നിച്ചോട്ടെ. അതെ, അല്ല ഷഫീന ഇടക്കിടക്ക് ഇങ്ങനെ ഇടാറുണ്ട്. പാലക്കാട്ട് നിങ്ങൾ തള്ളി പറഞ്ഞില്ലേ? ആ പാവപ്പെട്ടോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്? എന്നിട്ട് അവരെ തള്ളി പറഞ്ഞില്ലേ? വല്ല കാര്യം ഉണ്ടായിരുന്നു? പോയാ കിളി പോയാ? ഹലോ, കേക്കാം പറഞ്ഞോ. അല്ല, ഞാൻ പറയുന്നത് ഇവര് ഒന്നിച്ചോട്ടെ. അവരിപ്പം ചോദിക്കുന്ന പോലെ പ്രധാന ശബരിമല തന്ത്രിയൊന്നും അകത്തില്ലെങ്കിലും ചെറിയ അമ്പലങ്ങളിലൊക്കെ പൂജാരിമാരൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അതിന് വളർന്ന് അവർ ശബരിമല, മൂകാംബിക ഇതൊക്കെ അവരെ പൂജിക്കട്ടെ. അല്ല, ഷഫീനൊക്കെ അങ്ങോട്ട് പിരിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. അവർ തമ്മിലുള്ള ജാതി അഭിപ്രായ വ്യത്യാസം മാത്രമല്ല ഞാൻ പറയുന്നത്. അത് കേൾക്കുമ്പോ എന്തിനാണ് അപ്പൊ എന്നോട് ഈ വിരോധം വരുന്നത്? ഷെഫീന എവിടെയാണ്? നിങ്ങൾ ഒന്നിക്കരുത്, നിങ്ങൾ ഒന്നിച്ചൊന്ന് കണ്ടാ മതി. എനിക്ക് അത് കണ്ടിട്ട് മൗത്തായാ മതി എന്നാണ് ഞാൻ. അങ്ങനൊന്നും മൗത്താവല്ലേ, ഇരിക്കണം, എല്ലാം കാണണം. ഈ സംഭവവികാസങ്ങളെല്ലാം കണ്ടിട്ടേ പോകാവൂ. പിന്നെ അല്ല, ഇവര് ഇപ്പൊ പാവങ്ങൾ ഈ എന്നൊക്കെ മറ്റേ നമ്മുടെ വേടം പറയുന്നില്ലേ? ഇപ്പൊ അങ്ങനെ കേൾക്കാറില്ല. പണ്ടൊക്കെ ഉണ്ടായിരുന്നു. പണ്ടൊക്കെ നമ്മളെ കൊച്ചമ്പ്രാൻ വിളിക്കാൻ. ഇപ്പൊ അവർ വിളിക്കുന്ന പേര് വേറെ തന്നെ പറഞ്ഞിട്ടുണ്ട്, മാകൂട്ടിയ. ഞാനത് പറയുന്നില്ല, അത് പബ്ലിക്കായിട്ട് പറഞ്ഞല്ലോ. അത് നമുക്കാർക്കും ഒരു വിരോധവും ഇല്ലല്ലോ, സന്തോഷമേ ഉള്ളൂ. അതിനെപ്പറ്റി ഒന്നും ആരും പറയത്തില്ല. അവന് ആർക്ക് എന്ത് വേണമെങ്കിലും പറയാം. ആര് പറഞ്ഞു? ഞാൻ വേണം വിളിക്കുന്ന കേട്ടില്ലേ? നീ തമ്പുരാനും അല്ല ആണെങ്കിൽ ഒരു മാങ്ങായും ഇല്ലെന്നൊക്കെ പറഞ്ഞില്ലേ? അത് മാങ്ങ ഇല്ലെന്നല്ലേ പറയുന്നുള്ളൂ, അല്ലാണ്ട് തെറി കാര്യം വിളിച്ചില്ലല്ലോ. അതോടെ അല്ല, അത് തെറിയല്ലയോ? നമ്മൾ ഏറ്റവും ഇതായിട്ട് പറയുന്ന ഒരു കാര്യമാണ് മൂഞ്ചി. തമിഴ്നാട്ടിൽ അതിന്റെ പേരെന്താണെന്നറിയാം? മുഖമെന്നാണ്. என்ன ஷஃபீனா இப்ப வந்து தமிழ் பேசுறேன், தமிழை பத்தி இல்ல சொன்னேன், நான் மலையாளம் தான் சொன்னேன். അത് തമിഴാക്കണ്ട. പിന്നെ ഇത് വന്ന് അതവിടെ നമുക്ക് അങ്ങനെയാണോ? ചുമ്മാ മലയാളം എന്ന ഭാഷ വന്നത് തന്നെ തമിഴിൽ നിന്നാ. അതൊക്കെ അന്ന് ദേവനാഗരിക ഭാഷ ഉൾപ്പെടുന്നതാണ്. അതൊക്കെ പോട്ടെ, അതല്ല ഞാൻ പറഞ്ഞത്. ഇത്രയും സ്വാതന്ത്ര്യമൊക്കെ പയ്യന് കൊടുത്തില്ലേ? പിന്നെ ഇതിൽ കൂടുതലൊക്കെ എന്ത് വേണം? നിങ്ങൾ എന്തിനാ അവന് സ്വാതന്ത്ര്യം കൊടുക്കണേ? അല്ല, അവൻ അങ്ങനല്ലയോ എല്ലാരും പറയുന്നത്? നമ്മളല്ലോ, നിങ്ങളൊക്കെ തന്നെയല്ലേ പറയുന്നത് സ്വാതന്ത്ര്യമില്ല, നമ്മൾ മേടിച്ചു കൊടുത്തു എന്നല്ലേ പറയുന്നത്? അത് വേറെ സ്വാതന്ത്ര്യം, രാജ്യത്തെ സ്വാതന്ത്ര്യം. അതും പറഞ്ഞല്ലോ, ഷഫീന പറഞ്ഞല്ലോ. നിങ്ങളെ പിന്നെ കുഴികുത്തി കൊണ്ടുവന്നപ്പോ ഞങ്ങളുടെ വിഭാഗത്തിലുള്ള ആൾക്കാരെല്ലാവരും കൂടെ ആണ് നിങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നത്, നിങ്ങളെ ഇന്നത്തെ ഇതിലേക്ക് കൊണ്ടുവന്നത് ഷഫീന തന്നെ പറഞ്ഞിട്ടുണ്ട് വീഡിയോയില്. അല്ല, ഉണ്ടല്ലോ, തർക്കമുണ്ട്. തർക്കം പറഞ്ഞെന്ന് പറഞ്ഞാൽ ആരും എല്ലാവരും ഉള്ള ശ്രമമാണ്. ഷഫീനിക്ക് ഞാൻ ദൂരെയുള്ള കാര്യമൊന്നും പറയുന്നില്ല. വൈക്കം സത്യാഗ്രഹം ഇല്ലേ? വൈക്കം സത്യാഗ്രഹം എപ്പോഴെങ്കിലും ഈ പറയുന്ന കേക്ക്, ഈ വൈക്കം സത്യാഗ്രഹം ഉള്ള സ്ഥലത്തിന്റെ സ്മാരക മണ്ഡപത്തിൽ പോയിട്ടുണ്ടോ? എന്റെ മുതുമുത്തച്ഛന്റെ സ്മാരകമാണ് ഉള്ളത്. ഗോവിന്ദ പണിക്കർ ആദ്യത്തെ സത്യാഗ്രഹിയാണ് അവിടെ. അതായത് പാവങ്ങൾക്ക് പ്രവേശനം കൊടുക്കണമെന്നും പതിയിൽ ഭോജനം ഇവിടെ വേണമെന്ന് പറഞ്ഞ് പോയ ഗോവിന്ദ പണിക്കർ എന്ന് പറയുന്നത് എന്റെ അച്ഛന്റെ അച്ഛനാണ്. ആണ്, ഞാൻ കള്ളം പറഞ്ഞല്ല, ഇറ്റ്സ് എ ഫാക്ട്. അപ്പൊ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്, നമ്മളെപ്പോലുള്ളവരും നിന്നിട്ടുണ്ട്. പാവങ്ങൾ അടിച്ചമർത്തപ്പെടുന്നുണ്ട്, ഇവിടെ ഈ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞപ്പോ നമ്മുടെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഹിന്ദുക്കള് അല്ല, നമ്മൾ ഈ മേൽജാതി എന്നൊക്കെ പറയത്തില്ലേ? പണിക്കര സമുദായത്തിലുള്ള ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പണിക്കരല്ല, നായന്മാർ തന്നെ. നായന്മാർ ഇറങ്ങിയിട്ടുണ്ട്.
അല്ല നായരണ്ണ ഞാനൊരു ചോദ്യം അപ്പൊ അവിടെ ആരായിരുന്നു പ്രശ്നം ഉണ്ടാക്കിയത്? നായന്മാരാണോ പ്രശ്നം ഉണ്ടാക്കിയത് അതോ മുസ്ലിങ്ങളാണോ പ്രശ്നം ഉണ്ടാക്കിയത്? മുസ്ലിങ്ങൾ പ്രശ്നം ഉണ്ടാക്കി നമ്മൾ പറഞ്ഞില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞതല്ല. നിങ്ങൾ ഇറങ്ങി നിങ്ങൾ പ്രസംഗിച്ച് നിങ്ങൾ നടത്തിയെന്ന് പറഞ്ഞു. എന്നെ കൊണ്ട് ഓരോന്ന് പറയിക്കല്ലേ വിനോദം. ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുണ്ട്. എന്റെ അടുത്ത് വന്ന് ചരിത്രം പറയാൻ ഞാൻ വല്ല പിടിച്ച് പറയും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പറയുന്ന സംഗതിക്ക് പ്രമേയം പാസ്സാക്കാൻ അനുമതി കൊടുക്കാതിരുന്നത് ആരാണ്? ഇന്ന് നടക്കുന്ന ഈ വൈകൃതങ്ങൾക്കൊക്കെ മൂല കാരണം ആരാണ്? ഈ നായന്മാർ തന്നെയല്ലേ? എന്നിട്ടാണ് എന്റെ അപ്പാപ്പൻ അവിടെ ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് കഥയും കൊണ്ടുവരുന്നത്. ചുമ്മാ ഇരിക്കുന്ന എന്നെ ടെമ്പർ കയറ്റിയായി എന്നെ കൊണ്ട് വല്ലതും പറയിക്കുക, ഇതാണ് ഉദ്ദേശം. അല്ല, ഇതേക്ക് ഞാൻ പറയണേക്കെ, ഈ എന്ത് പറഞ്ഞാലും ഈ ഹിന്ദുക്കളുടെ ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്നു. ഉണ്ടല്ലോ, ഉള്ളത് കൊണ്ടല്ലേ ഈ പ്രശ്നം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം വിശകലത്തുള്ള എന്തോന്ന് പറഞ്ഞത് നീ ഇത് പാടിയാ മതിയെന്ന്. ഇപ്പൊ കുറച്ചു മുമ്പ് പിന്നെ വിനോദ് എന്താ പറഞ്ഞേ? അവർക്ക് ഞങ്ങൾ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടെന്ന്. പറഞ്ഞിട്ടുണ്ട്. എന്റെ വോയിസ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അങ്ങനല്ല. ഞാൻ പറഞ്ഞത് കേൾക്കൂന്നേ. ഞാൻ പറഞ്ഞ ഇതാണ്, എല്ലാവരും കൂടെ ഒന്നിച്ചുള്ള ശ്രമത്തിന്റെ ഫലമായിട്ടാണ്. അല്ലാതെ അവരുടെ നിങ്ങൾ പ്രത്യേകിച്ച് പറയുന്ന ഒരു എല്ലാവരുമായിട്ടുള്ള ശ്രമഫലമാണെങ്കിൽ ആരിൽ നിന്ന് ആർക്ക് സ്വാതന്ത്ര്യം കിട്ടി? പാണൻ, പറയാൻ, പുലയൻ, ചമ്മൻ, ചക്കാട്ടൻ തുടങ്ങിയവർക്ക് നടപ്പ് സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞത് മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ? ആരാണ് സ്വാതന്ത്ര്യം നിഷേധിച്ചത്? 12 അടി ദൂരം നടക്കണമെന്ന് നിഷ്കർഷിച്ചത് ആരാണ്? അതെ, അത് പറയുമ്പോ പിന്നെ അതേ ഇതെന്ന് പറയരുത്. ഈ നിഷ്കർഷിച്ചത് ആര്? ഈ ജാതി സമ്പ്രദായം ഉണ്ടാക്കിയത് ആര്? ചാതുർവർണ്ണയം അമ്മ സൃഷ്ടി എന്ന് പറഞ്ഞ മുഹമ്മദ് നബിയാണോ? കൃഷ്ണൻ ഞാനല്ലല്ലോ. നിങ്ങളുടെ കൃഷ്ണൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമില്ലേ? കൃഷ്ണനല്ലേ പറഞ്ഞത് ഞാൻ ഉണ്ടാക്കിയതാണ് ചാതുർവർണ്ണയം. ചാതുർവർണ്ണയം എന്ന് വെച്ചാൽ 4 വർണ്ണം. അതിനകത്ത് 4 വർണ്ണത്തിൽ ആരൊക്കെയുണ്ട്? ക്ഷത്രിയനുണ്ട്, ബ്രാഹ്മണനുണ്ട്, പിന്നെ ആരുള്ള പെലനുണ്ടോ? പറയുന്നുണ്ടോ? ഈഴവനുണ്ടോ? ഉണ്ടോ? ഇല്ലാലോ. അവിടെ ആരൊക്കെയല്ലേ? ചാതുർവർണ്ണത്തിൽ ആരൊക്കെയുള്ളേ പറഞ്ഞേ? ബ്രാഹ്മണൻ, ശൂദ്രൻ, ക്ഷത്രിയൻ, പിന്നാരാ? വൈശ്യൻ. ഈ 4 ഉള്ളൂ. ബ്രാഹ്മണൻ മരിച്ചാൽ സ്വർഗത്തിൽ പോകും. വൈശ്യനും ക്ഷത്രിയനും ശൂദ്രനും മരിച്ചാൽ എങ്ങോട്ട് പോകും? അടുത്ത ജന്മത്തിലേക്ക് പോകും. അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണ സേവ നടത്തിയാൽ അടുത്ത ജന്മത്തിന്റെ ജന്മം ചിലപ്പോൾ ബ്രാഹ്മണ സ്ത്രീയായിട്ട് ജനിക്കാം. ബ്രാഹ്മണൻ മാത്രമേ ഇവിടെ സ്വർഗത്തിൽ പോകുള്ളൂ. അത് മാത്രമല്ല, ബ്രാഹ്മണന്റെ ചിത കത്തിക്കുമ്പോൾ സുന കത്തിക്കാതിരുന്നൊരു നിയമമുണ്ട്. അതറിയോ? അങ്ങനെ സംഗതി. അപ്പൊ അതൊക്കെ ഉണ്ട്. അല്ല, ബ്രാഹ്മണന്റെ സുന കത്തിക്കരുത് എന്നൊരു നിയമം നിങ്ങൾക്കുണ്ട്. ഇത് ഒളിച്ചു വെച്ചിട്ടാണ് ഇരുമ്പ് ചട്ടിയുമായിട്ടാണ് ശുടാപ്പികൾ പോണേന്നില്ല. അവിടെ ഇരുന്ന് കുരയ്ക്കുമ്പോ ശരിയാണ് ടീച്ചർ എന്ന് നിങ്ങൾ പോയി ഒപ്പിടുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇയാൾക്ക് തല്ലിയോ ആരിഫ് ഹുസൈനോ ജാമിദയോ ഒക്കെ വീഡിയോ ചെയ്യുന്നു. ഇങ്ങനെ അവിടെ എന്തിനാ പോകുന്നേ? ഇങ്ങനത്തെ എന്ത് കാര്യം അവിടെ? അവര് തന്നെ പറയുന്നുണ്ട്, ഞങ്ങളിത് സംഘിക്ക് വേണ്ടിയിട്ടല്ല, ഞങ്ങളിത് ചെയ്യുന്നത് മുഴുക്ക ഇസ്ലാമിൽ നവോത്ഥാനം കൊണ്ടുവരാനാണ്. എന്ത് നവോത്ഥാനം? അവിടെ ജാതി വ്യവസ്ഥയില്ല, അവിടെ വേറെ ഒരു പ്രോബ്ലവും ഇല്ല. ഇല്ലാത്തൊരു പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞ് ആ പ്രോബ്ലം അങ്ങോട്ട് ശരിയാക്കാൻ വേണ്ടി അങ്ങോട്ട് തള്ളി കയറുന്നത് ആരെ? എനിക്ക് വന്ന കമന്റ് കണ്ടിട്ടുണ്ടോ? വസുന്ധര കുമാരി, രശ്മി നായർ, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ആദ്യം ഇങ്ങനെ പ്രശ്നങ്ങൾ തോടി നിങ്ങളൊന്ന് ഒന്നിക്ക്. സത്യമായിട്ട് ഞാൻ പറയണത്, നമ്മുടെ ഈ മാട്രിമോണി കോളത്തില് മനുഷ്യൻ ഞാനൊരാണ് 5 അടി 6 ഇഞ്ച് പൊക്കം, ഇന്ന ജോലി, ഇന്ന വ്യവസ്ഥ, ഇന്ന സ്ഥലത്ത് എന്റെ കുടുംബം, ഇത്രയാണ് എന്റെ വരുമാനം, ഇങ്ങനെ ഇട്ടിട്ട് ഒരു പരസ്യം വരുന്ന ദിവസം ഞാനിത് നിർത്തും. അല്ലാതെ SC എനിക്ക് വേണ്ട. ഞാൻ നായർ സമുദായത്തിൽ മറ്റേടത്തെ മോനാണ്. എനിക്ക് വെളുത്ത് ഐശ്വര്യമുള്ള പെണ്ണ് മാത്രം മതി. SC പാടില്ല. ഇങ്ങനത്തെയൊക്കെ പരസ്യങ്ങളൊക്കെ വരുമ്പോ ജാതി ഇവിടെ കൂടുതൽ ഒന്നാമത് എനിക്ക് സാധിക്കില്ല. ശിക്ഷയാലും പോരാണ്ട് പിന്നെയും വരുന്നത് എന്തിനാണ് എന്റെ വിനോദേ? സംസാരിക്കല്ലേ, തല്ലിയും പിടിച്ചൊന്നുമില്ലല്ലോ. ഞാൻ എന്റെ അഭിപ്രായം പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുന്നു. പറഞ്ഞു ബൂസ്റ്റ് ആക്കുന്ന എന്തിന്? പിന്നെ ഞാൻ പറഞ്ഞത്, ഇപ്പോ ഈ ജാതി വ്യവസ്ഥയിൽ അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. നീതി നിഷേധം കണ്ടാൽ അതിനെതിരെ സംസാരിക്കുക എന്നുള്ളത് സുന്നത്താണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, ആരിപ്പോ പറഞ്ഞ അവന് നീതി ഒന്നും കിട്ടുന്നില്ല എന്ന് പറയാം. കാമപ്രാന്തനിക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ ഇസ്ലാമിൽ വലിയ നിയമമൊന്നുമില്ല. കാമപ്രാന്തന്മാരെ നമ്മൾ തട്ടിക്കൊല്ലാറാണ് ചെയ്യേണ്ടത്. ഞാൻ പറയട്ടെ, വയറ് നോക്കി കിടക്കുന്ന അവനെയൊക്കെ നമ്മൾ എന്തിനു ചെയ്യാനാണ് നിങ്ങൾ പറയുന്നത്? പെറ്റതള്ളയുടെ വയറ് ഇയാളിങ്ങനെ പറയല്ലേ? ചേട്ടാ, ഞാനാണോ? ഇനി ആരും തന്നെ പറയുന്ന കാര്യമില്ല. എനിക്ക് ഉമ്മയുടെ വയറ് കാണാമായിരുന്നു. ഉമ്മച്ചി വയറ് കാണിച്ചോണ്ട് നടന്നു. ഉമ്മച്ചിയുടെ തുണിയില്ലാത്ത ഫോട്ടോ എന്റെ ഉണ്ടെന്നൊക്കെ ആരും തന്നെ പറയുന്നല്ലേ? അല്ല, ആരിഫ് ഹുസൈൻ പറയുന്നുണ്ട്.
അത് അതെന്തോ ആരിഫ് ഹുസൈൻ പറയുമ്പോ അത് അവന്റെ ഉമ്മന്റെ കാര്യം, നമ്മുടെ കാര്യം പറയുമ്പോൾ നമ്മുടെ കൃഷ്ണൻ പറഞ്ഞു. ഞാനത് പറയൂ. അല്ല ഞാൻ ചോദിക്കട്ടെ, ആരിഫ് ഹുസൈൻ പറയുന്നത് അവന്റെ ഉമ്മയുടെ കാര്യമാണെന്ന് അവൻ തന്നെ പറഞ്ഞിട്ടല്ലേ പറയുന്നത്. എന്റെ കൃഷ്ണന്റെ അച്ഛൻ്റെ അമ്മയുടെ കാര്യമല്ലേ പറഞ്ഞത്. ചാതുർവർണ്ണ്യം കർമ്മത്തിലാണ്. അത് കാലാനുസൃതമായി അത് ഗോത്രങ്ങളായി, ഗോത്രത്തിൽ ജനിക്കുന്നവന് ബ്രാഹ്മണനായി ക്ഷത്രിയനായി എന്നുള്ളൊരു സിസ്റ്റം. പറയത്തില്ല വിനോദേ. സനാതനം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും മാറ്റാൻ പറ്റാത്ത, നീക്കി നിർത്താൻ പറ്റാത്ത കാര്യത്തിനെയാണ് സനാതനം എന്ന് പറയുന്നത്. അങ്ങനെ സനാതന ഇതിലുള്ളതിൽ ഒരു കാരണവശാലും ഇപ്പൊ നിങ്ങൾ വേദങ്ങളിലും അല്ല സനാതന മതത്തിൽ അത് പ്രാക്ടിക്കബിൾ ആയതുകൊണ്ടാണ് ഇപ്പം എല്ലാം സനാതന മതത്തിലുള്ള ആൾക്കാരല്ലേ ഇപ്പം ഇത് പഠിച്ചിട്ട് ബ്രാഹ്മണനാകുന്നത്. ഉണ്ടല്ലോ. എന്നാ പിന്നെ ഞാനൊരു സജഷൻ വെക്കാം. ഇവിടുന്ന് അങ്ങോട്ട് വന്ന രാമസിംഹൻ അളിയനില്ലേ, അവനെ ഒന്ന് ബ്രാഹ്മണനാക്കി കാണിയിട്ട് ഞാൻ കാണട്ടെ. അയാൾ അത് പറഞ്ഞില്ലേ, എന്റെ ഉമ്മായും പാപ്പായും പണ്ടത്തെ ബ്രാഹ്മണ മതം കൂടിയാണ്. 5-ാം നൂറ്റാണ്ടിൽ ബ്രാഹ്മണന്മാരെന്ന് പറയുന്ന സാധനം ഇവിടെ ഉള്ളൂ. ഞാൻ പല സമുദായത്തിൽ ജനിച്ചെന്ന് കേൾക്കാനാണ് എനിക്ക് ഇഷ്ടം. പലയ സമുദായം, ആദിവാസി സമുദായം എന്ന് കേൾക്കാനാണ് റിയൽ ഓണേഴ്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ ആദിവാസികളാണ്. ഞാനൊരു കാട്ടുവാസി, ആദിവാസി എന്നറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ ഇസ്ലാമായി ജനിച്ചു. എടാ എന്റെ ഉപ്പയുടെ പേര് ഞാൻ പറയണ്ടേ, അത് കൊള്ളാം. പിന്നെ ഞാൻ സുൽത്താൻ എന്നല്ല, പിന്നെ രാമേന്ദ്ര പണിക്കർ എന്ന് പറയാൻ പറ്റുമോ? എന്റെ ഉപ്പയുടെ പേര് സുൽത്താൻ എന്നല്ലേ. ആര് പറയുന്നത്? നിങ്ങൾ അങ്ങനെയല്ലേ പറയണേ. നിങ്ങൾ ബ്രാഹ്മണൻ ഇപ്പൊ എന്താ വിനോദന്റെ അടുത്ത് പറഞ്ഞെന്താ? ഞാൻ നായർ സമുദായം എന്നല്ലേ പറഞ്ഞത്. ഞാൻ എന്താ പറഞ്ഞേ? ഞാൻ ആദിവാസിയായിരുന്നു. ആദിവാസിയിൽ നിന്നാണ് ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചത്. ഞാൻ ഇസ്ലാമായി ജനിച്ചു, ഇസ്ലാമായി മരിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഞാൻ പറഞ്ഞു. ഞാനിപ്പോ പറഞ്ഞു ഞാൻ നായരാണ്, ബ്രാഹ്മണരാണെന്ന്. ഓരോ വീഡിയോയ്ക്ക് ഓരോ ടൂണാണ് പറയുന്നത്. അല്ലെങ്കിൽ 10 വരെ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഒന്നാം സുൽത്താന്റെ വീട്ടിൽ ഒരു 3 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 4 കൊല്ലം മുമ്പുള്ള ഏതെങ്കിലും ഒരു വീഡിയോ എടുത്തിട്ട് ഇന്ന് പറയുന്നതും അന്ന് പറയുന്നതും തമ്മിൽ ഒരു വേരിയേഷൻ കാണിച്ചു തരാമോ? ഒരു വേരിയേഷൻ കൊണ്ടുവന്നാൽ നാളെ ഞാൻ യൂട്യൂബ് കൂട്ടി വീട്ടിയിരിക്കും. ഒരു വേരിയേഷൻ കൊണ്ടുവരിക. ദൈവത്തെ ഓർത്ത് ഇവര് ഹിന്ദുക്കളൊന്നും ഒന്നിച്ചോട്ടെ, ഷഫീനെ ഇടത്തി നിൽക്കല്ലേ. വിനോദ, എനിക്ക് അതിൽ വളരെ സന്തോഷമില്ല. നിങ്ങളൊന്ന് ഒന്നിച്ച് കണ്ടാൽ മതി, അതാണ് ആഗ്രഹം. ജാതിയില്ല ജാതിവാദമില്ല എന്ന് പറയുമ്പോ ആ സംഗതി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകരുത്. ഇന്ത്യ എന്നുള്ള തെളിവാണ് നിങ്ങൾക്ക് വേദന ഭയക്കുന്നത്. നിങ്ങൾക്ക് വേദന ആശയപരമായി അടിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവന്റെ ശ്രീലങ്ക വാസം പറഞ്ഞത്. അതിനെതിരെ കൃത്യമായിട്ട് മറുപടി പറഞ്ഞത് ജവീന മാത്രമാണ്. ഈഴം ദേശവാസികളായ 23% ജനങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ വേടന്റെ മാതൃത്വത്തിനെയും വേടന്റെ അസ്തിത്വത്തിനെയും ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് എന്താ അധികാരമെന്നാണ് ഞാൻ ചോദിച്ചത്. ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നത് ആദ്യം. 23% വരുന്ന ഈഴവ കമ്മ്യൂണിറ്റി വന്നിരിക്കുന്നത് ഈഴം ദേശത്തിൽ നിന്നാണ്. ഈഴം എന്ന് പറഞ്ഞാൽ ശ്രീലങ്കയിൽ നിന്ന് വന്ന 23% ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മാത്രം മാതൃത്വത്തിനെ ചോദ്യം ചെയ്തത്? അവിടെ ഇതേ നിങ്ങളുടെ ജാതി ബോധം. ഒരു കാര്യവും ഈ ഒരു വിഷയം ആദ്യം തെളിയിക്കി. ഇതിനകത്ത് ഉണ്ടോ ജാതി എന്ന് നോക്ക്. ഇതുവരെ പറഞ്ഞത് കറക്റ്റ് വിനോദ, ഇതുവരെ പറഞ്ഞത് കറക്റ്റ്. മൈക്ക് കിട്ടുന്ന ദിവസം ഞാൻ ഇതിനെക്കാട്ടി ഭയങ്കരമായിട്ട് കാറാത്തുകൂടെ വർത്താനം പറയും. അത് മൈക്കില്ലാതെ ഞാൻ എന്റെ യൂട്യൂബ് കൊണ്ട് ഒരു മൂലയിൽ കുത്തിയിരിക്കും. നിങ്ങൾ മാസ് റിപ്പോർട്ട് അടിച്ച് അതിന് റീച്ച് ഇല്ലാതാക്കി ഞാൻ ഒരു മൂലയിലല്ലേ ഇരിക്കുന്നത്. പിന്നെ എന്നെ ചെറിയ മാതല്ലേ അതാണ് ഇന്ന് ഞാൻ ബ്രാഹ്മൺ ഇതിനെ തകർത്ത് തരിപ്പണാക്കി കയ്യിൽ ഞാൻ എഴുതിയപ്പോ പോലും ഞാൻ മിണ്ടാതിരുന്നു. നീ ഒറ്റ കാരണം ഇന്ന് നോക്കിക്കോ, ബ്രാഹ്മണന്റെ സുന കത്താൻ പാടില്ലെന്നുള്ള സാധനം ഞാൻ അഥർവ വേദത്തിൽ നിന്ന് എടുത്തോണ്ട് പോകുന്നു. ഇന്ന് ഞാൻ അത് വെച്ച് അമരാവതിച്ച് വിടും. നോക്കിക്കോ. ശരി, ഓക്കെ, വെരി ഗുഡ്. ഞാൻ പറഞ്ഞ ഈഴദേശത്തെ പറ്റി നിങ്ങൾ പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നായന്മാർ നേപ്പാളിൽ നിന്ന് വന്നവരാണ്. അതറിയാമോ? അറിയത്തില്ലേ? നായന്മാരുണ്ടെന്ന് ആര് പറഞ്ഞു? നായന്മാരാര് കൺസിഡർ ചെയ്യുന്നു? എന്നെ കൊണ്ടോരോന്ന് പറയിക്കല്ലേ, അവനെ വന്നെ ചൊറിഞ്ഞ് ഓരോന്ന് പറയിക്കല്ലേ. എന്നെ കൊണ്ടോരോന്ന് ദേവിയെ നീ വെച്ചിട്ട് പോയാണ് ദേവിയെ ശല്യം ചെയ്യാതിരിക്കും. ഞാൻ വലിയ സ്വസ്ഥതായിട്ട് ഇരിക്കട്ടെ. സംഭവിച്ചു കേട്ടോ. ഇപ്പൊ വിളിച്ചെന്തിനാ? ഞാൻ വിളിച്ചത് യൂട്യൂബ് ബ്ലോക്ക് മാറ്റി. എന്തിനാണല്ലേ? ഞാൻ മാറ്റി തരും. പിന്നെ കമന്റ് തമാശ പറഞ്ഞ കമന്റ് ഇട്ടാല് ഞാൻ പറയുന്ന ആദ്യം കേട്ടോള്. ഞാൻ എടുക്കാൻ പോണത് ശിവപുരാണം ആയിരിക്കത്തില്ല. ഞാൻ ഇതുവരെ ശിവപുരാണം വെച്ചിട്ട് ഞാൻ സർവത്ര പുരാണം എടുത്തു. അഥർവ വേദത്തെ എടുത്ത് വെച്ച് ഞാൻ ആറുമാറിയും ഇന്ന് കൂടി ചെയ്യിക്കരുത്. എനിക്ക് അറിഞ്ഞാത്ത കൂറാൻ മാത്രമേ ഉള്ളൂ. ബാക്കി സർവത്വം ഞാൻ പേടിച്ചിട്ട് ഞാൻ പച്ചയ്ക്ക് നടക്കും.
എന്നെ കൊണ്ട് ചെയ്യിക്കരുത്. നിങ്ങളുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. എങ്ങനെ ഒരു അറസ്റ്റ് അതല്ലേ ജയിച്ചു എന്നാണ് അർത്ഥം. ഒരറസ്റ്റ് ഇടുന്ന ജയിച്ചു എന്നാണ് അർത്ഥം. അതും കൂടെ പറഞ്ഞുതരാം ശാഖയിൽ. അങ്ങനെയൊന്നും പറയുന്നില്ല. ഹരിയാനയിൽ അതൊരു മൂലയിൽ ഇരുന്നോട്ടെ, അതിന് റീച്ചൊന്നും ഇല്ല, അതിനാരും കാണുമൊന്നുമില്ല, അതിന് തീർച്ചയായിട്ടും നമ്മളങ്ങ് കേബിലേറ്റ് ചെയ്തു അന്നങ്ങ് പറഞ്ഞങ്ങ് ഒതുക്കി വെച്ചതാ. അല്ലാതെ ചുമ്മാ എന്നെ ചോറിഞ്ഞാല് ഈ വ്രണം പൊട്ടിക്കുന്നത് എന്റെ പരിപാടിയാണെന്ന് ഓർത്തോ, ഞാൻ അങ്ങ് പൊട്ടിക്കും, അത്രേ ഉള്ളൂ. ഇന്ന് ഞാൻ എന്തായാലും എടുക്കുന്നത് ഇരുമ്പ് ചട്ടിയാണ്. അത് രാമയ്ക്ക് അറിയാത്ത ഒരു ഇരുമ്പ് ചട്ടി ഹിന്ദുക്കൾ ഉണ്ട്. ആ ഇരുമ്പ് ചട്ടിയാണ് ഇന്ന് എന്റെ സബ്ജക്ട്. വേണ്ട അല്ല വിനോദ പറഞ്ഞേ, അങ്ങനെയൊന്നും ഇല്ലേ? ബ്രാഹ്മണന്മാരുടെ സുന കത്തിക്കാതെയല്ലേ വെക്കുന്നത്? സുന കത്തി കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോയാൽ ഉണ്ടാക്കാൻ നോക്കൂലെന്നല്ലേ നിങ്ങൾ അധർവവേദം പറയുന്നത്? ആണോ അല്ലയോ? ഞാൻ കാണുമായിരിക്കാം, ഞാൻ വായിച്ചിട്ടില്ല, എനിക്കതിനെ പറ്റി അറിഞ്ഞില്ല. അങ്ങനെ പല മതങ്ങളിലും പലതും പറയാറില്ലേ? ഏത് പല മതങ്ങളിലും? അതാണ് ഞാൻ ഖുർആനിൽ 78-33 അങ്ങനെ ഒന്നും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പഠിക്കുന്നുണ്ട്. അതിനകത്ത് അതൊന്നില്ല എങ്കിൽ ജാമിനെ പൊട്ടിക്കുക മാത്രമല്ല, ജാമിനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ ഈ വൃത്തികേട് ഞാൻ പബ്ലിക്കിൽ അറിയിക്കും. ഞാൻ ആരും സപ്പോർട്ട് ചെയ്തു? അവർ പറഞ്ഞു നമ്മൾ സപ്പോർട്ട് ചെയ്തില്ലല്ലോ. വിനോദന അവളുടെ ടൈമിൽ വിനോദിന്റെ കമന്റ് ഞാൻ കാണിക്കട്ടെ? വേണ്ടയോ? ആ നെവർ, യു കാൻ നോട്ട്, യു ജസ്റ്റ് ഷോ മീ. ഞാൻ അങ്ങനെ പറ, ചുമ്മാ പറയാ. ഞാൻ കാണാറില്ല ആ വീഡിയോ, ഒരു കമന്റ് ഞാൻ ചെയ്യാറില്ല. ഞാൻ വിശ്വസിച്ചു. ഞാൻ കള്ളം പറഞ്ഞില്ല, സത്യം. നെവർ. ഈ മാസത്തെ വണ്ടർഫുൾ ജോക്ക് അതാ. ഓക്കെ, സത്യമായിട്ടില്ല, സത്യമായിട്ടും അതിനകത്ത് ഞാൻ കമന്റ് ചെയ്തത് നിങ്ങൾക്ക് വിശ്വസിക്കാം. ഞാൻ കള്ളം നിങ്ങൾക്ക് ഇത്രയും നാളെ ഞാൻ പറഞ്ഞല്ലോ, ഞാനങ്ങനെ ഇങ്ങനെ പറയുന്ന ഒരാളല്ല. ഒരു കാര്യം പറയാല്, മതേതര രാജ്യമാണെന്നും പരസ്പര അവകാശവാദങ്ങൾ ഉണ്ടെന്നുള്ളത് പൂർണ്ണ ബോധ്യപ്പെട്ട് ജീവിക്കേണ്ട ഒരു ആവശ്യകത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾക്കുമുണ്ട്, നമുക്കുമുണ്ട്. അതുകൊണ്ട് ഓക്കെ, അത് ഞാൻ അംഗീകരിച്ചു. എനിക്ക് അതിനകത്ത് വ്യത്യസ്ത അഭിപ്രായമില്ല. അപ്പൊ ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് സമാധാനപരമായി ജീവിക്കണമെങ്കിൽ ഞങ്ങൾക്കും സമാധാനപരമായി ജീവിക്കണം, അത്രേ ഉള്ളൂ. നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ ഉള്ള പ്രശ്നങ്ങൾ ഞങ്ങളും. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ ഈ ഷഫീനൊക്കെ ഇത്രയും പ്രയോഗിക്കുന്നതുകൊണ്ടാണ് അവൻ അവിടെ ചെന്നിട്ട് ഇസ്ലാം തൊള്ളേറ്റ് എന്ന് പറഞ്ഞ് പക്കയെ പറത്തുന്നത്. അല്ല നമ്മളെ കണ്ടിട്ട് പറഞ്ഞിട്ടാണോ? അത് നിങ്ങൾക്ക് എന്ത് മനസ്സിലാവട്ടെ? അത് കേൾക്കാൻ നിങ്ങൾ പോയി വാങ്ങിക്കേറിയിരിക്കുന്നത് കൊണ്ടല്ലേ ആ തക്കി അവിടെ പറയുന്നത്. ഇപ്പൊ അതിനേക്കാൾ തക്കിയപ്പുറത്തുള്ളത് ഞാൻ ചോദിക്കട്ടെ, ലിയാഖത്ത് മുന്നോട്ട് വെച്ച കാര്യം എന്താണ്? ലിയാഖത്ത് അലി മുന്നോട്ട് വെച്ചത് മതം വിട്ടു പോകുന്നവരെ കൊല്ലണം എന്നുള്ളതാണ് ലിയാഖത്ത് അലി മുന്നോട്ട് വെക്കുന്നത്. സ്വന്തം മതത്തിലുള്ളവരെ കൊല്ലണമെന്ന് പുരന്തരകൻ എന്ന പേര് കൊടുത്ത ഇന്ദ്രൻ ചെയ്യുന്നത് എന്താണ്? ഒരു നായിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അല്ലെ ഋഗ്വേദത്തിൽ പറയുന്നുണ്ട്, സ്വന്തം പുരം കത്തിക്കണം. പുരന്തരൻ എന്ന പേര് ഇന്ദ്രന് കൊടുത്തിരിക്കുന്നത് തന്നെ ജാതിയിൽ, അതായത് സമുദായത്തിലെ താഴ്ന്ന ജാതിയിലെ മനുഷ്യരെ കണ്ടെത്തി കൊല്ലണമെന്നാ പറയുന്നത്. രാമൻ ചെയ്തില്ലേ? രാമൻ എന്തിനാ ചെയ്തത്? ചമ്പൂകപകടം എന്തിനായിരുന്നു? എന്തിനാ കൊന്നത്? പറയാൻ പെലയൻ പാണൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാതീയ അടിസ്ഥാനത്തിൽ വെട്ടുകയും കൊല്ലുകയും കീഴാള ജനതയെ കൊല്ലുകയും ചെയ്തത് ആരാണ്? ഋഗ്വേദത്തിലുള്ള 7 എടുത്ത് വെച്ച് ഞാൻ പറയട്ടെ, ഇന്ത്യ അത് നിങ്ങൾക്കുള്ളത്. അതില്ലാത്ത, അതായത് യുദ്ധം പ്രഖ്യാപിക്കുന്ന സമയത്ത് യുദ്ധത്തിന്റെ ബേസിക്കലി ആ സമയത്തുണ്ടായിരുന്ന പ്രോബ്ലത്തിനെ ബേസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ള ആയിട്ട് എടുത്ത് വെച്ചിട്ട് ഇസ്ലാമിലുള്ളവരൊക്കെ മതം വിട്ടവരെ കൊല്ലണം എന്ന് കള്ളം പറയുമ്പോൾ കാപ്പ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള നിങ്ങളുടെ പുസ്തകത്തിലുള്ള വൃത്തികേട് ഇപ്പോഴത്തെ ഞങ്ങൾ പറയും. അപ്പൊ കരയരുത്, അപ്പൊ നോവരുത്. പിന്നെ ട്രിക്ക് നമുക്ക് അറിയില്ലെന്ന് വിചാരിക്കരുത്. സിമ്പിൾ ആയിട്ട് ഒരു അമ്പലത്തിൽ പോയാൽ ജാതി മാറ്റി തരും. ഹിന്ദു ആയിട്ടിരുന്ന് ഹിന്ദുക്കൾ പറഞ്ഞാൽ ഒരു പുന്നാക്ക് നടക്കത്തില്ല. ഈ രാജ്യത്തെ നിയമം അറിയാലോ. അങ്ങനെ ചെയ്യിക്കരുത്. അപമാർക്ക് മാത്രമല്ല ട്രിക്ക് അറിയാം. നിങ്ങൾ പറയണ്ട. ഞാൻ കാണുന്നതിൽ ഏറ്റവും കൂടുതൽ ക്രിസംഗികളാണ് ഇത് ബൂസ്റ്റപ്പ് ചെയ്യുന്നത്. അവർക്ക് എന്താണ്, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞ ഡോക്യുമെന്റ് വെച്ചിട്ട് നിങ്ങൾ ഇതുവരെ എന്ത് ചെയ്തു? നിങ്ങൾ അനങ്ങിയോ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 3 സ്റ്റേറ്റിന്റെ പേര് പറഞ്ഞല്ലോ. 95% അവിടുത്തെ റേഷ്യോ, ജനസംഖ്യാ റേഷ്യോ. നിങ്ങൾക്ക് അവർ ശത്രുക്കളല്ല, ഇസ്ലാമിയുടെ ശത്രുക്കൾ. എന്തുകൊണ്ടാണ്? യൂണിറ്റി. സഹോദരനെ വെടിവെച്ച് കൊല്ലുന്ന സിദ്ധാന്തമുള്ളത് ക്രിസ്ത്യാനിറ്റിക്ക്. ഇവിടെ സഹോദരൻ ഒരുത്തൻ കെട്ടുകിടന്ന അവനെയും കൂടെ ചേർത്ത് പിടിക്കുന്ന സിദ്ധാന്തമുള്ളത് ഇസ്ലാമിന്. ഇസ്ലാമിനോടുള്ള നിങ്ങളുടെ ശത്രുത അസൂയാണോ? പക്ക അസൂയാണ്. ആദ്യം നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം തീർക്ക്, എന്നിട്ട് ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നത്തിലേക്ക് വരാം. നിങ്ങളാണ് ഈ എച്ചിൽ നാറികളെ വളർത്തുന്നത്. അവന്മാർക്ക് അനാവശ്യമായി വേദി ഒരുക്കി കൊടുക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് എന്താ? ഒരു കോഴിക്കോടത്തെ ഇഷ്യൂടെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു? ഒരിക്കലുമില്ല. എന്നെ ചെയ്യേണ്ടി വരും. ഇനി എവിടെ പ്രോഗ്രാം എത്തിച്ചാലും അവിടെ പോയി ഞാൻ വൃത്തികേട് വിളിച്ചു പറയും. തർക്കമേ വേണ്ട. പിന്നെ ശരി, നിങ്ങൾ പറഞ്ഞല്ലോ ബഹുഭൂരിപക്ഷമുള്ള സ്ഥലത്ത് പിന്നെ നിങ്ങൾ അതൊന്നും സംസാരിക്കുന്നില്ല, അതിനെപ്പറ്റി പറയുന്നത് മണിപ്പൂരിനെ അനുസരിച്ചായിരിക്കും പറഞ്ഞു. മണിപ്പൂരിലുള്ള ഞാൻ പറഞ്ഞത് മണിപ്പൂരിനുള്ള ഈ രാജാവിന് തുണിയില്ല എന്ന് പറയാനുള്ള തന്റെ ഇടം ഒരു പ്രജയ്ക്ക് പോലും ഇല്ല എന്നുള്ളതിന്റെ തെളിവാണ്. മോങ്ങി ചെയ്യുന്നതിനൊക്കെ ഓക്കെ വക്കാലത്ത് പിടിക്കണം. നിങ്ങൾ അങ്ങേര് ചെയ്യുന്ന പ്രവൃത്തി ദോഷം എന്താണെന്ന് മനസ്സിലാക്കാൻ കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മതി. 2014 ശേഷമല്ല മനുഷ്യർക്ക് രാജ്യസ്നേഹം വന്നത്. അതിന് മുമ്പ് രാജ്യസ്നേഹമില്ലേ? അതിന് മുമ്പ് ഇതൊന്നും ഇല്ലേ?
ഒരു എന്നെ ഒരു ഇടിയം കൊണ്ട് അയാൾ ഓരോ വൃത്തിയായിട്ട് വിളിച്ച് പറയുന്നത് കേട്ടിട്ട് അയാൾക്ക് റാനുള്ള നാണായില്ലേ? സിന്ദൂർ ജയിച്ചെന്ന്. പെണ്ണുപിള്ളയുടെ സെന്തൂരം നെറ്റിയിൽ കിടക്കുന്ന ആ പെണ്ണുപിള്ള വേറെ കെട്ടിക്കാനും പാങ്ങില്ല. പെണ്ണുപിള്ളക്ക് ചെലവിന് കൊടുക്കാൻ തലവല്ലാതെ സിന്ദൂരം മറ്റൊരു മുസ്ലിം അല്ലേടോ? എന്താണോ ആ പേര് വരാതിരുന്നേ? അവിടെ ഒരു മുസ്ലിം മരിച്ചില്ലായിരുന്നോ ഇവന്മാരോട് ഫൈറ്റ് ചെയ്തിട്ട്? അതുകൊണ്ട് എന്താ മുസ്ലിം എന്താ വരത്തില്ലേ? സിന്ദൂരം ഇടുന്നതാണോ മുസ്ലിം? എന്താ ആ പേര് വരാതിരുന്നേ? നിങ്ങൾ പറഞ്ഞു ഹരിയാനയില്, നിങ്ങൾ ഹരിയാനയുടെ കാര്യം വല്ലതും അറിയാമോ? അറിഞ്ഞുകൂടാ അല്ലേ? ഹരിയാന ഏത് രാജ്യത്താന്ന് പറഞ്ഞു? ഇന്ത്യ രാജ്യത്താണ് BJP അല്ല പറഞ്ഞല്ലോ. പിന്നെ ബഹുഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളെ പറ്റി നിങ്ങൾ പറയുന്നില്ല, അതാണ് ഇതാണ് കൃതജ്ഞയാണ്. ആയിക്കോട്ടെ, നിങ്ങൾ ഈ ഹരിയാനയിലെ എന്താ പ്രശ്നം എന്നറിയാമോ? നിങ്ങൾ പറഞ്ഞല്ലോ ഈ ഇതിനകത്ത് ഒരുപാടുണ്ട്, അസമനെ കൊല്ലണം അല്ലെങ്കിൽ രാക്ഷസനെ വകവരുത്തണം, ഇത് പല കഥകളുണ്ട്. ഈ കഥ അനുസരിച്ച് ആരും അതുപോലെ പ്രവർത്തിക്കാൻ പറയുന്നില്ലല്ലോ. ഇവിടെ ആരാ പറഞ്ഞേ? ഈ ഗൗരി ലങ്കേശ്വർ എന്തിനാ നിങ്ങൾ കൊന്നുകളഞ്ഞേ? ഡബോൾക്കറിനെ എന്തിനാ കൊന്നുകളഞ്ഞേ? ഗോവിന്ദ മൻസാരെ എന്തിനാ കൊന്നുകളഞ്ഞേ? ഇവരൊക്കെ ആരായിരുന്നു? ഇവർക്ക് ആരാ കുട്ടി ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. ആരെ ഇവരൊക്കെ? ബ്രാഹ്മണനെ കൊല്ലുന്നത് ഏറ്റവും വലിയ പാപമുള്ള കാര്യമാണെന്ന് പറയുന്നത്. ഞാൻ എന്റെ ഇതില് ഒരു വൈദ്യൻ, അതായത് മെഡിക്കൽ ഫീൽഡിലുള്ള ഒരു വ്യക്തിയെ കൊന്നു കളയുന്നത് അതിനേക്കാൾ വലിയ ക്രൈമാണെന്ന് പറയും. മരണം വരെ മറ്റുള്ളവർക്ക് ഉതകുന്ന രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ പഠിച്ചിരിക്കുന്ന ഡോക്ടറാണ് ഡബോൾക്കർ ചെയ്തത് എന്താണ് തെറ്റ്? അദ്ദേഹം ആരെ പിടിച്ച് മിഴുങ്ങി? ഇവിടെയുള്ള അന്ധവിശ്വാസത്തിനെതിരെയുള്ള സംസാരമായിരുന്നു അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ മനുഷ്യനെ വെടിവെച്ച് കൊന്നു. അതേ വെടിയുണ്ട, അതേ തോക്കുകൊണ്ട് അടുത്തൊരുത്തിയും കൂടെ വെടിവെച്ച് കൊന്നു ഗൗരി ലങ്കേഷ്കർ. ഇത് രണ്ടിനെ ഒരാളല്ലേ കൊന്നത്? ഒരു ടീമല്ലേ കൊന്നത്? ഇതുവരെ കണ്ടെത്തിയോ? പോട്ടെ, അവിടെ കാശ്മീരിൽ നടന്ന ആ പഹൽഗാം ആക്രമണത്തിന് 3 പേരെ ഇതുവരെ കണ്ടെത്തിയോ? കണ്ടെത്തിയോ? നിങ്ങള് ആരാണെന്ന് കിട്ടിയോ? നിങ്ങൾ കേരള പോലീസിനെ വിശ്വസിക്കുന്ന കേരള പോലീസ് അങ്ങോട്ട് വിട്ടിരുന്നെങ്കിൽ എപ്പോഴേ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. പക്ഷെ ആദ്യം ഇതൊക്കെയാണ് പ്രശ്നം. കേരള പോലീസിനെ വിട്ടത് അവിടുത്തെ സ്ഥിതിഗതികൾ അറിയാമോ? അവിടുത്തെ രീതികൾ അറിയാമോ? അപ്പൊ അവിടെയുള്ള കലാപഭൂമിയിൽ എന്തായിരുന്നാണോ? നിങ്ങൾ പഹൽഗാം കലാപഭൂമിയിൽ ഇല്ലായിരുന്നു, അവിടെ പോയില്ലേ? ഇല്ല, ഞാനില്ല. അവന്റെ വയസ്സെന്നൊക്കെ ഓക്കെ, അത് പോട്ടെ. പിന്നെ ഈ ഫോഴ്സ് ഇത്രയും പേര് അവിടെ ഉണ്ടായിരുന്നവര് എല്ലാവരും BJP-ക്കാരാണ്. ഈ പട്ടാളക്കാരെല്ലാം BJP-ക്കാരാണ്. അതിന് മുമ്പേ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഒരു അനൗൺസ് ചെയ്ത മറ്റേ ലേഡിയുടെ പേര് അവരും ഒക്കെ BJP-ആണ്. ആൾക്കാർക്ക് അറിഞ്ഞുകൂടി അവർ മനഃപൂർവ്വം മോദി ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് 3 പേരെ ഇറക്കിയവരെ വെടിവെച്ച് കൊന്നിട്ട്. ഇവിടെ ദേശീയവാദി എന്ന് വേടൻ പറയുമ്പോൾ വേദന തോന്നുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു കാര്യമുണ്ടെന്ന് ചിന്തിക്കാൻ മാത്രം വിനോദ ദേശീയവാദം എന്താണ് ദേശീയവാദം? രാജ്യത്തെ പൗരന്മാരെ വിഘടിപ്പിച്ചുകൊണ്ട് വിഘടനവാദം പറയുന്നതാണോ ദേശീയവാദം? അതാണോ ദേശീയവാദം? ഞാൻ എന്ത് പറയുന്നത്? ഞാൻ രാജ്യത്തെ പ്രധാനമന്ത്രിയാണോടോ? ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് പോലും അല്ല, ഞാനൊരു പൗരയാണ്. ഞാൻ പറയുന്നത് പോലെയാണോ രാജ്യത്തെ പ്രധാനമന്ത്രി വിഘടനവാദം പറയുന്നത്? പ്രധാനമന്ത്രിയുടെ ഒരു കോട്ട് കാണിക്കുക, അങ്ങനെ ഇങ്ങനെ മതം നിർദ്ദേശിച്ച് പറഞ്ഞു ഒരു കോട്ട് നിങ്ങൾ പറ. ഞാൻ കാണിച്ചു തരട്ടെ? ഹമാരാ ജോ നുക്സാൻ കെ ലിയേ ഹം ബദലാ ദേഗാ എന്ന് പറഞ്ഞൊരു വലിയ പ്രസംഗം ഉണ്ടായിരുന്നു. പട്ടാളക്കാരെ പോലും ഇറക്കാത്ത ഗുജറാത്ത് ഭൂമിയില് വംശഹത്യ 2000-ഓളം വരുന്ന മുസ്ലിം സമുദായത്തിനെ ഒന്നടങ്കം ചുട്ടരിക്കാനുള്ള ഒരു വൻ നീക്കത്തിന് മുമ്പ് നടത്തിയൊരു പ്രസംഗമുണ്ട്. നെറ്റിൽ അവൈലബിൾ ആണ്, കേട്ടിട്ടുണ്ടോ? അതിനകത്തുണ്ടാവും പറയുന്നുണ്ട്. നീ വെറുതെ എന്നെ കൊണ്ട് ചൊറിയല്ലേ, വിനോദം വെച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതൊക്കെ പറയുന്നതാണ്. അയാൾ ബദലാലേഖാന്ന് പറയുന്നത്. അപ്പം ഇന്ന് അവിടെ എത്രയോ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ BJP വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ ഗുജറാത്തിലേക്ക്. BJP ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ BJP ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൽ നിന്നാൽ അവൻ ഇസ്ലാം അല്ല, അതൊരു വർഗീയ രാഷ്ട്രീയമാണ്. ഒരു കാരണവശാലും വർഗീയത പറയുന്ന ഒരു രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന വ്യക്തി ഇസ്ലാമേ അല്ല, അവ എച്ചിൽ മുസ്ലിമാണ്. മനസ്സിലായ? കാര്യം പറഞ്ഞാൽ അവിടെ പണ്ടേ വെറുവാക്കിൽ കേട്ട സാധനമാണ് പെണ്ണ്. അതിനൊക്കെ എന്നെ എടുത്ത് കളഞ്ഞ കേസാണ്. ഇസ്ലാം പേര് വന്നത് കൊണ്ട് മാത്രമല്ല, അങ്ങനെയെങ്കിൽ ലിയാഖത്ത് അലി ആരിഫ് ഹുസൈനൊക്കെ ഇസ്ലാം അല്ലേ? വർഗീയവാദികളാണ് ഇവരൊക്കെ. അബ്ദുള്ളക്കുട്ടി 5 നേരം നിസ്കരിക്കുന്ന പള്ളി പോകുന്ന ആളല്ലേ? അയാൾ BJP അല്ലേ ഇപ്പം? അബ്ദുള്ളക്കുട്ടി ഇസ്ലാമാണെന്ന് എന്റെ അടുത്ത് പറഞ്ഞു. അയാൾ എന്ത് ഇസ്ലാം? സ്വജനതയെ വെട്ടുകയും കുത്തുകയും ബലാത്സംഗം ചെയ്യുകയും കൊല്ലുകയും ചെയ്ത ഒരു വർഗീയ പാർട്ടിയുടെ കൂടെ നിൽക്കുന്നവൻ വീട്ടിലെടുപ്പിക്കുവോ? നമ്മുടെ വീട്ടിൽ ഒരു സംഭവം നടക്കും, നമ്മുടെ അമ്മയെ ഒരാൾ ബലാത്സംഗം ചെയ്തു, അവന്റെ കൂടെ പോയി അവന്റെ വീട്ടിലെ ജോലിയും ചെയ്ത് നിൽക്കുവോ ആരെങ്കിലും? അങ്ങനെ നിൽക്കുന്നവനെ നമ്മുടെ വീട്ടിലുള്ളവനെന്ന് പറയുവോ? നമ്മളെ കുടുംബത്തിൽ കൂട്ടുവോ? ഇത് കലാപം
കലാപങ്ങളിൽ ഉണ്ടാകുന്ന കാര്യമാണ്. മറ്റുള്ള കലാപങ്ങളെ പറ്റി നിങ്ങൾക്കൊന്നും ചരിത്രം അറിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ അത് അറിയാത്തത് പോലെ നടിക്കുന്നു. ഈ 2014 ശേഷമുള്ള അയാളുടെ പ്രവൃത്തി ഇവിടെ നിൽക്കുക. ഏറ്റവും കൂടുതൽ വംശഹത്യകൾ, ഏറ്റവും കൂടുതൽ കലാപങ്ങൾ നടന്നിട്ടുള്ളത് ആരുടെ അധികാരത്തിൽ ഇരുന്നപ്പോഴാണ്? 3 മാസം വരെ അണ്ണക്കി പിരിവെട്ടിയിരുന്ന ഒരു മുഖ്യമന്ത്രി ആർക്കായിരുന്നു ഉണ്ടായിരുന്നത്? പ്രധാനമന്ത്രി ആർക്കായിരുന്നു ഉണ്ടായിരുന്നത്? ഒരു രാജ്യത്തെ പൗരന്മാർ പരസ്പരം വെട്ടിയും കുത്തിയും മരിക്കുമ്പോൾ അണ്ണാക്കി പിരിവെട്ടി കയറിയിരുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്ക് സ്വന്തം. മനസ്സിലായോ? ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്ന ആഭ്യന്തരം കൈകാര്യം ചെയ്ത ഒരു ക്രിമിനലാണ്, അതും ഇന്ത്യക്ക് സ്വന്തം. ഈ കാശ്മീർ കലാപം ഉണ്ടായിരുന്നപ്പോ അന്നത്തെ പ്രധാനമന്ത്രി എന്തെടുക്കുമായിരുന്നു? കാശ്മീർ കലാപം ഉണ്ടായിരുന്നപ്പോ അന്നത്തെ പ്രധാനമന്ത്രിയാ പണ്ഡിറ്റുകളെല്ലാം കൊന്ന് അവിടുന്ന് ഓടിച്ചു വിട്ട് ഇന്നും അവർ തിരിച്ചു വന്നിട്ടില്ല അവിടെ. ആ സമയത്ത് ഇന്ത്യയിലെ പ്രധാനമന്ത്രി എവിടെ വായി നോക്കി നിൽക്കുമായിരുന്നു? നീ പ്രധാനമന്ത്രിയോടല്ലേ ചോദിക്കേണ്ടത്, എന്റെ അടുത്താണ് ചോദിക്കേണ്ടത്. അപ്പൊ അത് അവനൊരു ആവശ്യമുള്ളപ്പോൾ പ്രധാനമന്ത്രിയോട് ചോദിക്കും, ആവശ്യമില്ലാത്തപ്പോൾ ചോദിക്കില്ല. ഇത് ഞാനും പ്രധാനമന്ത്രിയോടല്ലേ ചോദിക്കുന്നത്, നിന്നോടാണോ ചോദിക്കുന്നത്? ഞാൻ പ്രധാനമന്ത്രിയോട് തന്നെ ചോദിക്കുന്നത്. പണ്ഡിറ്റുമാരെ കൊന്നോ ഇല്ലെന്നത് എവിഡൻസ് ഉണ്ടോ നിങ്ങളിൽ? നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് എന്തിനധികം 6 വയസ്സുള്ള ആസിഫയെ അമ്പലത്തിനകത്തിട്ട് റേപ്പ് ചെയ്യുമ്പോൾ നിങ്ങളെ ദൈവം എവിടെ പോയിരുന്നു? തെളിവുണ്ടോ? അത് ശരി, അത് കഥയായിരുന്നല്ലേ 6 വയസ്സുള്ള കൊച്ചിനെ ബലാത്സംഗം ചെയ്തത്? ആഹാ, കാട്ടിൽ കിട്ടി കൊച്ചിനെ ഡ്രഗ് കൊടുത്ത. ഒരു കാര്യത്തിൽ സമാധാനം ഉണ്ട് കേട്ടോ, നീയൊക്കെ പച്ചയിറച്ചിയല്ലേ കുത്തി കയറ്റിയത്, അതിന് ഇത്തിരി ഡ്രഗ് കൊടുത്തന്നെ ബോധം കയറ്റിട്ടാണ് ചെയ്തത്. അത്രയും സമാധാനം. പള്ളി കൊച്ചിനൊക്കെ കാമം കാണുന്ന ഒരു പ്രത്യേകതരം വിഭാഗം, ബ്രാഹ്മണ്യ വിഭാഗമാണെന്ന് പറഞ്ഞ സമാധാനം. ഇങ്ങനെ ജാതി പറയല്ലേ സബീന, ഇതൊക്കെ അക്രമകാരികൾ എല്ലാ മതത്തിലും ഉണ്ട്. അവസരം നോക്കി അതാണ് ഞാൻ പറഞ്ഞത്. സമാധാനപരമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പഴയതും പുതുമയും പുതിയതും ഇനി വരാനിരിക്കുന്നതിനൊക്കെ പറ്റി സംസാരിക്കുകയും പാട്ട് പാടുകയും ചെയ്യുന്ന വേടന്മാരെ പോലുള്ള നല്ല രീതിയിലുള്ള വ്യക്തിത്വമുള്ള വ്യക്തികൾ നമുക്കിടയിൽ ജീവിക്കുമ്പോൾ അക്രമകാരികളായ വേഷജന്മങ്ങളായ ശശികലെ പോലുള്ള വിശകലകളും പിന്നെ നാറി മാധവനെ പോലെ, അവന്റെ പേരെന്തരാണ്, ആലവലാദിയെ പോലുള്ള ആലവലാദികളും നമുക്കിടയിൽ സ്വാഭാവികം. ഓക്കെ, സമ്മതിച്ചു. വേറെ കാര്യം, ഈ വേടൻ അവന്റെ പ്രത്യയശാസ്ത്രം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വളരെ എന്താ പറയാ, ഓക്കെ, അത് അവന്റെ സമൂഹത്തെ സംഭവിച്ച അപകടത്തിന് അവൻ ചെയ്യുന്ന പാട്ടായിരിക്കാം, അല്ലെ അവന്റെ ഭക്തിയിലായിരിക്കാം, ആയിക്കോട്ടെ. പക്ഷെ നിങ്ങൾ പറയുന്ന വ്യക്തിത്വമുള്ള വ്യക്തി എന്ന് പറയാൻ അതത്ര ഉറപ്പോടുകൂടി നിങ്ങൾക്ക് പറയാൻ സാധിക്കും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കഞ്ചാവ് കേസാണെങ്കിലും, നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യഭിചാര കേസാണ്, ഐ മീൻ ഒരു പെണ്ണിനെ റേപ്പ് ചെയ്ത കേസാണെങ്കിലും കൃത്യമായ എക്സ്പ്ലനേഷൻ എന്റെ അടുത്തുണ്ട്. ഷെഫീയുടെ അടുത്ത് സംസാരിക്കുന്ന വിനോദെ, വെറുതെ ആ കാര്യം ചൂണ്ടിയിട്ട് വേണ്ട. കഞ്ചാവിന്റെ കേസ് ഞാൻ പറയട്ടെ, 2 കിലോ വരെ കയ്യിൽ വെക്കാം എന്ന നിയമമുള്ള ഒരു രാജ്യത്ത് ഇത്ര ഗ്രാം മാത്രം കയ്യിൽ വെച്ചതിന്റെ പേരിൽ അവനെ കഞ്ചാവോളി എന്ന് വിളിച്ച വിഷകലയ്ക്കാണ് അട്ടിപ്പറ്റിക്കേണ്ടത്. മനസ്സിലായോ? അത് മാത്രമല്ല, പിന്നെ ആ പെണ്ണിനെ ഉപദ്രവിച്ചത് ഉഭയകക്ഷി സമ്മതപ്രകാരം നടന്ന, അല്ലെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ അങ്ങനല്ല, ഉഭയകക്ഷി സമ്മതപ്രകാരം നടന്ന കുണപ്പിനെ ഒരുത്തി വന്നിരുന്നു മോങ്ങിയാൽ സൗകര്യമില്ല എന്ന് പറയാൻ കിടന്നു കൊടുക്കുമ്പോ ഓർത്തില്ലേ? കിടന്നു കൊടുത്തതിന് അപ്പൊ കൊള്ളായിരുന്നു, നല്ല സുഖമായിരുന്നു. എല്ലാ കാലത്തും ഈ അഭിപ്രായം തന്നെയാണ്. വേടന്റെ വിഷയത്തിൽ പ്രണയം നടിച്ച് പ്രണയത്തോട് ഇരുന്നപ്പം അവർ തമ്മിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരുടെ വൃത്തിയുടെ സ്വഭാവം മനസ്സിലാക്കിയോ നീക്കി നിർത്തി തുടങ്ങിയ കണക്കായിപ്പോയി. ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വേടം പറയുന്നതിൽ അർത്ഥമില്ല എന്ന് പറയുന്നത് വിഡ്ഢിത്തമാണ്. ഇന്നുമുണ്ട് ആദിവാസി ഊരുകളിൽ പോവുക, നിങ്ങൾ സെൻസസ് എടുക്കുക, നിങ്ങൾ കണക്ക് ചെക്ക് ചെയ്ത് നോക്ക്. ഇന്നും ഏറ്റവും കൂടുതൽ പോക്സോ ക്രൈം നടക്കുന്നത് ആദിവാസി ഊരുകളിലാണ്. ആ മനുഷ്യർക്ക് ഇന്നും നീതി കിട്ടിയിട്ടില്ല. ഇവർക്ക് കിട്ടുന്ന എന്തെങ്കിലും ഒരു അലവൻസ് കൃത്യമായി ആദിവാസികളുടെ കയ്യിൽ കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക് അറിയുമോ? ഇല്ലാലോ. അതിന് ഉത്തരവാദി ആരാണ്? അതിന് ഉത്തരവാദി നായന്മാരാണ്. അവിടെ ഒരു പ്രശ്നമില്ല. ഈ കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന നായരാണ് 4 ലക്ഷം രൂപ പൊതുസമൂഹത്തിലുള്ള മറ്റുള്ളവർക്ക് വേണ്ടി റിനോവേഷന് കൊടുക്കുമ്പോൾ 10 ലക്ഷമായി നിജപ്പെടുത്തി ബ്രാഹ്മണ സമുദായത്തിന് കൊടുത്തത് നായനായ കോടിയേരി ബാലകൃഷ്ണനാണ്. അപ്പൊ ആരാണ് പ്രശ്നക്കാരൻ? മനസ്സിലായില്ലേ? ഇവിടെയുള്ള മന്ത്രിമാരുടെ ലിസ്റ്റ് എടുക്കുക മിസ്റ്റർ, ഇവിടെയുള്ള മന്ത്രിമാരുടെ ലിസ്റ്റ് എടുക്കുക. ഈ മന്ത്രിമാരുടെ ലിസ്റ്റിലൊക്കെ തന്നെ ഏറ്റവും അധികം ഉള്ളത് ആരാണ്? നായന്മാരാണ്. മനസ്സിലായില്ലേ? അവര് നേതാക്കന്മാരായതുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ഉത്തരം. ഇവിടെ ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നത് അധികാരത്തിലിരിക്കുന്ന നായന്മാരാണെന്ന് പറഞ്ഞേ. അവന്മാർ അവിടുന്ന് താഴെ ഇറക്കിയിട്ട് ആ വിഭാഗത്തിലുള്ള ആൾക്കാരെ വെച്ച ആ വിഭാഗത്തിന് ഉന്നമനം നടക്കുന്ന പറഞ്ഞേ. സിമ്പിളല്ലേ? അല്ല ഞാൻ ജാതി പറഞ്ഞില്ല, ജാതിയായിട്ട് തോന്നിയാൽ കുറ്റമല്ലോ. അല്ലേ, 2 ചങ്കുമായിട്ട് എടുത്തിരിക്കുന്ന നായരല്ലല്ലോ, അയാൾ അണ്ടറല്ലേ, അയാളുടെ മുന്നിൽ അയാൾ അറിയാതൊരു കാര്യം നടക്കത്തില്ലല്ലോ. ഈ 2 ചങ്കുള്ള മറ്റേ ഈരപ്രദേശത്തു നിന്ന് വന്ന വിഭാഗത്തിൽ പെടുന്ന ഒരാളാണല്ലോ മൊത്തം കേരളത്തെ കയ്യിലിട്ട് അമ്മാനമാകുന്നത്. അയാളോട് മാറ്റാൻ പറ. കൊന്നുകളയാൻ പറയുന്നേ.
അതെ, അത് തന്നെയാണ് ഞാൻ പറയുന്നത്. പൊതുസമൂഹത്തിന് മനസ്സിലാകുന്ന രീതിയിൽ വേടൻ വിഷയത്തിൽ ഞങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ട ഒരു കാര്യമാണ് പിണറായി വിജയൻ എന്താണ് എന്നുള്ളത്. വേടനെ പിടിക്കാൻ ആവശ്യപ്പെടുന്നു, മകൾക്ക് പ്രശ്നമുണ്ടാകാതിരിക്കാൻ വേടനെ പിടിക്കുന്നു. വേടനെ പിടിച്ച വേടനെ ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ സർക്കാർ നടത്തുന്ന പ്രോഗ്രാമിൽ ചീഫ് ഗസ്റ്റായിട്ട് വേടനെ ക്ഷണിക്കുന്നു. അവിടെ അദ്ദേഹത്തിന്റെ നയം അവിടെ വ്യക്തമാക്കുന്നു. അയാം നിസ്സഹായൻ എന്ന് പറയാതെ പറയുകയാണ് ഇരട്ടച്ചങ്കൽ. പോരെ? അപ്പോ അവിടെ പ്രശ്നം ആരാണ്? കേന്ദ്രത്തിലെ പൈസ നിൽക്കാൻ പറ്റില്ല, മുള്ളണം കേന്ദ്രത്തിന് പൈസയെ പറ്റൂ. ഞാനൊരു കാര്യം പറയട്ടെ, പല ഇതിലും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് കാര്യമായിട്ട് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയാം. നിങ്ങൾ പല കാര്യങ്ങളും പറയുന്നത് ഓക്കെ, ഇത് വേണമെന്ന് വെച്ച് പറയുന്നതാണ്. അതായത് നിങ്ങൾക്കൊരു എല്ലാ കാര്യങ്ങളും തിരിച്ചറിയാനും ഇതാണ് അതിന്റെ പിന്നിലുള്ള കാര്യമെന്ന് മനസ്സിലാക്കാനും, പക്ഷെ അത് പറഞ്ഞാൽ അവർക്ക് ബെനിഫിറ്റ് കിട്ടുമോ അല്ലെങ്കിൽ അത് അഡ്വാൻറ്റേജ് എടുക്കുമോ എന്നുകൊണ്ട് നിങ്ങൾ അത് പറയാത്തതാണ് പല കാര്യങ്ങളും. നിങ്ങൾ ആദ്യം പറഞ്ഞു പഹൽഗാമിൽ അറ്റാക്ക് നടന്നപ്പം രായത്തിന്റെ സിനിമ കണ്ടിട്ട് ഇന്റർനാഷണൽ ലെവലിൽ ഇന്ത്യയുടെ ഇത് സംഭവിക്കുന്നതുകൊണ്ട് മോദി ഇറക്കി വിട്ടാൽ എന്തൊരു ഇതാണ്. അവന്റെ സിനിമ ഇന്ത്യ ആര് ഇതിനെതിരെ ചർച്ച ചെയ്യുന്നു? അങ്ങനെ സിനിമ എനിക്ക് എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിലും ഉണ്ടില്ലെങ്കില്ല ഇതൊക്കെ വെച്ചിട്ടാണോ ഇത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞ ആളാണ് ഷഫീന. ഞാൻ കല്ലങ്കിയില്ലെന്ന് പറയും. 100% എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് തന്നെയല്ലേ സത്യം. ഇന്ത്യ മുഴുവൻ ഒരു പാൻ ഇന്ത്യ സിനിമ റിലീസ് ആകുമ്പോൾ ആ പാൻ ഇന്ത്യ സിനിമയെ പറ്റി ആളുകൾ ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ നിങ്ങൾ മറച്ചു വെക്കപ്പെട്ട ഒരു വൃത്തികെട്ട ചരിത്രം പുറത്തേക്ക് വരികയും അതിന്റെ വ്യക്തമായ കാര്യങ്ങൾ വ്യക്തതയോടുകൂടി ആളുകളിലേക്ക് എത്തുകയും ചെയ്യുമ്പോൾ ഇലക്ഷനെ അത് ബാധിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇലക്ഷൻ ഗിമിക്കിന് വേണ്ടി നടത്തിയ ഒരു വൃത്തികെട്ട ആക്രമണമാണ് അത് എന്ന് ഒരു സാധാരണ സ്ത്രീയായ ഒരു വീട്ടമ്മയായ എന്റെ ബോധ്യമാണ്. ഈ 162 രാജ്യങ്ങളെ ഗ്ലോബലി എടുത്തു കഴിഞ്ഞാൽ ഹിന്ദുക്കൾ താമസിക്കുന്ന ഇവിടെ മാത്രമേ വൃത്തികേടുള്ളൂ. വേറൊരിടത്തും ജാതി വ്യത്യാസമോ നിറ വ്യത്യാസമോ ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ ഹിന്ദുക്കളായ മനുഷ്യര് അതിന് പ്രത്യേക മേധാവികളായ ബ്രാഹ്മണരും അല്ലെങ്കിൽ ഈ വൈശ്യശൂദ്രന്മാർ ഉണ്ടായതുകൊണ്ട് ഇതുപോലെ അകപ്പെടുത്തിച്ച ഒരു രാജ്യം ഈ മറ്റു രാജ്യങ്ങളിൽ ഇവിടെ മാത്രമേ ഉള്ളൂ. ബാക്കി ഒരു രാജ്യങ്ങളിലും നിങ്ങൾ ഉണ്ടായിട്ടില്ല. സിറിയയിലോ ഇറാനിലോ ഇറാഖിലോ അല്ലാതെ മറ്റേ നമ്മുടെ എന്താ മെക്സിക്കോ അതുപോലുള്ള മറ്റേ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇത് മാത്രം ഹിന്ദുക്കൾ ഉണ്ടായിരുന്നത് കൊണ്ട് ഇത്ര ദ്രോഹികളാണ് ഈ ഹിന്ദുക്കൾ. ഇവരുണ്ടായിരുന്നത് കൊണ്ട് ഈ നാട് കൂടി ഇവരുടെ ഈ ചാതുർവർണ്ണ്യം കൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന വ്യാസനും വാൽമീകിയും ഒക്കെ കാട്ടാളിന നാഥന്മാരാണ്. കൃഷ്ണൻ ഉൾപ്പെടെ ഒബീസിയാണ്. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുള്ളതിനൊക്കെ വെച്ചിട്ട് ഇന്നാരും അത് ശരിക്കും പറയുന്നത് ഇട്ടോണ്ടേ പോയാൽ മതി പറ്റത്തില്ല. പറയുന്നുണ്ടല്ലോ അത് ഒബിസി ആണെങ്കിൽ ചാതുർവർണ്ണ്യം അമ്മ സൃഷ്ടി എന്ന് അദ്ദേഹം പറയത്തില്ലല്ലോ. ചാതുർവർണ്ണം മകൾ സൃഷ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞായിരിക്കും പറയുന്നത് കേൾക്കുന്നത് തന്നെ നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്ന കണക്ക് സൺഡേ ക്ലാസ്സിൽ ബൈബിൾ പഠിപ്പിക്കുന്നത് പോലെയും മദ്രസകളിൽ ഖുർആൻ പഠിപ്പിക്കുന്നത് പോലെയും അഥർവവേദവും യജുർവേദവും ഋഗ്വേദവും ഒക്കെ എടുത്തു വെച്ച് നിങ്ങൾ നിങ്ങളുടെ ആൾക്കാരെ പഠിപ്പിച്ച അവന്മാര് ചെരുപ്പൂരി തീട്ടത്തെ മുക്കി നിന്നേക്ക് തന്നെ അടിക്കും. അമ്മാതിരി സാധനങ്ങളായിരുന്നുള്ളത്. അതെങ്ങനെ ഞാൻ പറഞ്ഞത് ചാതുർവർണ്ണ്യം മമ സൃഷ്ടി എന്ന് പറഞ്ഞിട്ട് പറയേണ്ടടുത്ത് പറയേണ്ടടുത്ത് പറഞ്ഞാൽ വെച്ച് ചെരുപ്പ് തീർത്തി മുക്കി നിന്നേക്ക് അടിക്കൂടി. അടിക്കോ ഇല്ലയോ? പിന്നെന്താ അവര് ഈ രാജ്യത്തെ ഇല്ല. അവരുടെ പുരങ്ങൾ കത്തിക്കണം. പുരന്തരനായ ഇന്ദിരൻ അതിന് നിയോഗിക്കപ്പെട്ടവനാണെന്ന് പറയുകയും നായിയെ കൊണ്ട് മണപ്പിച്ച് പുരങ്ങൾ കണ്ടെത്തുകയും ആ പുരങ്ങൾ കയറി അത് കത്തിക്കുകയും വേണമെന്ന് പറയുന്ന വേദപുസ്തകം വായിച്ചാൽ ഈ പുരം എന്ന് പറഞ്ഞ ഈ പറയുന്ന സമുദായ ആൾക്കാർ നിങ്ങളെ വെറുതെ വിടുന്ന ജാതിയില്ല, മതമില്ല, ഒരു പിണ്ണാക്കുമില്ല. സുരേഷ് ഗോപി എന്തിന് പറഞ്ഞു അടുത്ത ജന്മത്തിൽ എനിക്കൊരു ബ്രാഹ്മണനാവണമെന്ന്? അതാണ് അടുത്ത ജന്മത്തിൽ പറഞ്ഞത്. അടുത്ത ജന്മത്തിൽ എനിക്ക് ബ്രാഹ്മണനാവണം. ജാതി മനസ്സിലായോ? അവിടെ ജാതി ഉണ്ട്. പാലക്കാട് നിന്നൊരു അമ്മായി വന്ന് ഈ വേടനെതിരെ കംപ്ലൈന്റ് കൊടുത്തപ്പോ പാലക്കാട് അമ്മായിയുടെ സുനാഭിക്കേഷൻ എടുത്ത് പുറത്തിട്ടു. മനുഷ്യർ എന്താണ് വ്യത്യാസം? ശവശരീരത്തിന് ജാതി ഉണ്ടോ? ശവശരീരത്തിന് അതിനകത്ത് നായർ കമ്മ്യൂണിറ്റിക്ക് കൊടുത്താൽ നമുക്ക് മനസ്സിലാക്കാം. ബ്രാഹ്മണ കമ്മ്യൂണിറ്റിയുടെ സുന പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് കത്തിക്കുന്ന ഒരു പ്രത്യേകതരം സംഗതി ഉണ്ടെന്നും അതുകൊണ്ട് അവർക്കും ഒരു പോഷൻ നിവേദനം കൊടുക്കണമെന്ന് പറഞ്ഞാൽ പാലക്കാട് അമ്മായി എന്ത് അധികാരമാണ് വേടനോട് ശബ്ദിക്കരുതെന്ന് പറയാൻ? നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നേ വിനോദേ, ഈ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? ശരിക്കും ശത്രുത വെക്കുന്നതിന് പകരം ഷെഫീന് പറഞ്ഞ പോയിന്റ് ഞാൻ പറയുന്നത് ചിന്തിക്കേ. ദേശീയവാദം എന്ന് പറയുമ്പോൾ ദേശവാസികളായ സകല മനുഷ്യരെയും തുല്യതയായി പരിഗണിക്കുകയും സമത്വപരമായി അവരോട് ഇടപഴകുകയും ചെയ്യുന്നവൻ ദേശീയവാദി. അവൻ യഥാർത്ഥ ഭരണാധികാരി. സ്വന്തം പൗരനെ തന്നെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജാതിയുടെ അടിസ്ഥാനത്തിൽ വേർതിരിവ് കാണിക്കുന്നവൻ ദേശീയവാദിയല്ല, അവൻ കപട ദേശീയവാദി. വാളെടുത്ത് സ്വജാതിയിൽപ്പെട്ടവനെ തന്നെ വെട്ടുകയും കുത്തുകയും കൊല്ലുകയും. സ്വജാതി എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിക്കുന്ന ആൾക്ക് ഈഴവൻ മനുഷ്യജാതി
മനുഷ്യജാതി 2 വർഗം, ആൺ പെൺ, മനുഷ്യജാതിയിൽ പെടുന്ന സ്വസമുദായത്തിലെ മനുഷ്യരെ തന്നെ വെട്ടുകയും കുത്തുകയും കൊല്ലുകയും ചെയ്യുന്ന വൃത്തികെട്ട മനോഘടനയുള്ളവരെ കപട ദേശീയവാദി എന്ന് വേറെ പറയും. എന്താണ് കുഴപ്പം? 2000-ഓളം വരുന്ന മനുഷ്യർ, നിങ്ങൾ മറയ്ക്കാൻ ശ്രമിക്കുന്ന, നിങ്ങൾ മറച്ചു വെക്കുന്ന സാധനം ചെവിനെ മറക്കില്ല. നിങ്ങൾ ചുമ്മാ പറയല്ലേ. പിന്നെ നിങ്ങൾ ഇട്ടാവട്ട മലബാർ ലഹള പറയുമ്പോ തിരിച്ച് സംസാരിക്കാൻ അറിയാത്ത പാവങ്ങൾ അത് കേട്ടുകൊണ്ട് നിശബ്ദമായിരിക്കുമെങ്കിൽ ചെവിയിൽ ഇരിക്കുന്ന പറഞ്ഞേ. ഡിസംബർ 6 മറക്കാൻ സൗകര്യമില്ലടോ എനിക്ക്, ഗുജറാത്ത് മറക്കാൻ എനിക്ക് സൗകര്യമില്ലടോ പറഞ്ഞേ. 1-2 പേരാണോടോ പെണ്ണുങ്ങളൊക്കെ ബലാത്സംഗം ചെയ്ത ആരാണോടോ? ധൈര്യമുണ്ടെങ്കിൽ നേർക്ക് നേരത്തില്ലടാ 10 പെണ്ണുങ്ങളെ ഞാൻ കൊണ്ടുവരാം, വെട്ടി ജയിക്കടാ. ബലാത്സംഗം സുന കുത്തിക്കെറ്റുന്നതാണോടാ മിടുക്ക്? അതാണോടാ മിടുക്ക്? അതാണോടാ ആണത്തം? ആദ്യമുള്ളവനാണ് പെണ്ണിനെ നേരെ നോക്കൂടാ. ആണത്തുള്ളവൻ പെണ്ണിനെ നേരെ നോക്കൂടാ. പെണ്ണിനെ കയറി ബലാത്സംഗം ചെയ്തിട്ടാണോ ആണത്തം വളർന്നതിന്റെ അടുത്ത്? 1-2 പേരാണോ? എവിടെ സംഭവം, എവിടെ ഗോത്രമായിട്ട് ഈ സംഭവം നടന്നെടുത്ത് എത്രയോ മനുഷ്യർ കൂട്ടത്തോടെ ജീവിക്കുന്നത്? നിങ്ങൾ എന്താണ് അവിടെ കയറിയില്ല? അവിടെ ആമ്പിളരാ ചെത്തി എടുക്കുമോ മരുന്നിന്റെയൊക്കെ സാമാനം? ഇത് ഒന്നിനും അറിയാത്ത പാവങ്ങളായി ജീവിക്കുന്ന കുറെ മനുഷ്യരുടെ സ്വത്തടിച്ച് പറ്റാൻ അവരെ പെണ്ണുങ്ങളെ കണ്ട്